റഷ്യൻ കൂലിപ്പട്ടാളത്തിലെത്തിയ യുദ്ധമുഖത്ത് പരിക്കേറ്റ കൂത്തുപാറ സ്വദേശി ജെയിൻ മോചിതനായി. ജെയിൻ കൂലിപ്പട്ടാളത്തിലെത്തിയത് ഏജന്റിന്റെ ചതിയിൽപ്പെട്ട്. മോചിതനായതിൽ ആശ്വാസമെന്ന ജെയിൻ കുര്യൻ. ഗുരുവായൂർ ക്ഷേത്രനടയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നതിനും വെള്ളം കെട്ടിനിന്നുള്ള മാലിന്യ പ്രശ്നത്തിനും പരിഹാരമായി. TCB വാർത്തയെ തുടർന്നാണ് നടപടി. ആനന്ദപുരത്ത് ജ്യേഷ്ഠൻ അനുജനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടി പോലീസ്. വാർത്തകൾ വിശദമായി. റഷ്യൻ കൂലിപ്പട്ടാളത്തിലെത്തി യുദ്ധമുഖത്ത് പരിക്കേറ്റ കൂത്തുപാറ സ്വദേശി ജെയിനിന് മോചനമായി. ബുധനാഴ്ച രാത്രിയിലാണ് ജെയിൻ ഡൽഹിയിലെത്തിയത്. ഇതോടെ കുടുംബത്തിന്റെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. തെക്കുംകര കുത്തുപാറ സ്വദേശിയായ ജെയിനിന്റെ സഹോദരി ഭർത്താവ് കുട്ടനല്ലൂർ സ്വദേശിയായ ബിനിൽ യുദ്ധമുഖത്ത് കൊല്ലപ്പെട്ടിരുന്നു. ബിനിലിന്റെ മൃതദേഹം ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഇവർ ഏജന്റിന്റെ ചതിയിൽപ്പെട്ടാണ് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ എത്തിയത്. യുദ്ധമുഖത്തേക്ക് പോവുകയാണെന്നും ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ലെന്നും യുദ്ധസ്ഥലത്തേക്ക് ഇറങ്ങുന്നതിനു മുമ്പ് കഴിഞ്ഞ ഡിസംബറിൽ അവസാനമായി വീട്ടുകാർക്കയച്ച ഓഡിയോ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. ഇവരെ തിരികെ കൊണ്ടുവരാൻ ബന്ധുക്കൾ ഏറെ ശ്രമങ്ങൾ നടത്തിയിരുന്നു. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ജെയിൻ കുര്യനെ വീണ്ടും സൈനിക ക്യാമ്പിലേക്ക് നീക്കാൻ ശ്രമം നടക്കുന്നുവെന്ന വാർത്തകൾക്കിടെയാണ് അപ്രതീക്ഷിതമായി ജെയിൻ മോചിതനായത്. റഷ്യൻ സൈന്യവുമായി കരാർ കാലാവധി അവസാനിച്ചെങ്കിലും കരാർ പുതുക്കി വീണ്ടും സൈന്യത്തിൽ ചേർക്കാനാണ് ശ്രമമെന്ന് സംശയിക്കുന്നതായി ജെയിൻ പറഞ്ഞിരുന്നു. ജനുവരി 6-നാണ് വയറിനും മറ്റും പരിക്കേറ്റ് ആന്തരികാവയവങ്ങളിൽ രക്തസ്രാവമുണ്ടായതിനെ തുടർന്ന് ജെയിനിനെ സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തന്റെ ദയനീയാവസ്ഥ ഇംഗ്ലീഷിൽ വിവരിക്കുന്ന വീഡിയോ ചിത്രീകരിച്ച് ദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ജെയിൻ കുര്യൻ നടത്തിയിരുന്നു. ഇതിനിടെയാണ് ഇന്നലെ രാത്രിയിൽ ജെയിൻ ഡൽഹിയിൽ എത്തിയത്. TCV വടക്കാഞ്ചേരി. റഷ്യൻ കൂലിപ്പട്ടാളത്തിലെത്തിയ യുദ്ധമുഖത്ത് പരിക്കേറ്റ കുത്തുപാറ സ്വദേശി ജെയിൻ സ്വന്തം വീട്ടിൽ തിരിച്ചെത്തി. വീട്ടിലെത്തിയ ജെയിനെ മാതാവ് ജെസിയും പിതാവ് കുര്യനും നിറഞ്ഞ കണ്ണുകളോടെയാണ് സ്വീകരിച്ചത്. ജെയിൻ എത്തുന്നതറിഞ്ഞ് പരിസരവാസികളും നാട്ടുകാരും എത്തിയിരുന്നു. MLA സേവ്യർ ചിറ്റിലപ്പള്ളി, കോൺഗ്രസ് നേതാക്കളായ ജോസ് വള്ളൂർ, NR സതീശൻ, രാജേന്ദ്രൻ അരങ്ങത്ത്, PG ജയദീപ് എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. ഒരിക്കലും തിരിച്ചെത്തുമെന്ന് കരുതിയതല്ല എന്നും പരിക്കിൽ നിന്ന് മോചിതനായി തിരികെ ക്യാമ്പിൽ എത്തിക്കുന്നതിനിടെയാണ് മലയാളി അസോസിയേഷൻ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് തിരികെ ഡൽഹിയിൽ എത്തിച്ചതെന്ന് ജെയിൻ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രനടയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നതിനും വെള്ളം കെട്ടിനിന്നുള്ള മാലിന്യ പ്രശ്നത്തിനും പരിഹാരമായി. TCB വാർത്തയെ തുടർന്നാണ് നടപടി. കിഴക്കേ നടപ്പുരയിലാണ് 1 മാസത്തോളമായി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായിരുന്നത്. ഈ വെള്ളം കാനയിലെ വെള്ളവുമായി ചേർന്ന് പരിസരം മലിനമായിരുന്നു. ഇതുമൂലം ഭക്തരും വ്യാപാരികളും അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം TCB വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച രാവിലെ മുതൽ ദേവസ്വം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കാന കീറി മലിനജലം ഒഴുക്കിവിട്ടു. പൊട്ടിയ പൈപ്പുകൾ താൽക്കാലികമായി അടച്ചു. കാനപ്പണി പൂർത്തിയാകുന്ന മുറയ്ക്ക് പൊട്ടിയ പഴയ ഇരുമ്പ് പൈപ്പ് മാറ്റി പുതിയത് സ്ഥാപിക്കും. 1 മാസത്തോളമായി ഭക്തരും വ്യാപാരികളും അനുഭവിച്ചിരുന്ന ദുരിതത്തിനാണ് വാർത്ത വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പരിഹാരമായത്. TCBയുടെ ഇടപെടലിലൂടെ പ്രശ്നപരിഹാരമായതിൽ ഭക്തരും വ്യാപാരികളും സന്തോഷം പങ്കുവച്ചു. പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പാഴായി പോവുകയും അതുപോലെ തന്നെ വെള്ളം കെട്ടിക്കിടന്നുകൊണ്ട് ഇവിടെ ദുർഗന്ധം വമിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായതിന്റെ ഭാഗമായിട്ട് TCBയുടെ ഇടപെടലിനെ തുടർന്ന് ഇന്നലെ റിപ്പോർട്ട് ചെയ്യുകയും ഇന്നേക്ക് തന്നെ അതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുകയും ചെയ്തു. ഇന്ന് അവിടെ ക്ലീനായി, അവിടെ ഏരിയ എല്ലാം വളരെ ക്ലിയർ ആയിട്ട് വെള്ളം ഒഴിവായി എല്ലാം ക്ലീൻ ആക്കി. ആനന്ദപുരത്ത് ജ്യേഷ്ഠൻ അനുജനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. ആനന്ദപുരം കൊരട്ടിക്കാട്ടിൽ വീട്ടിൽ പരേതനായ സുധാകരന്റെ മകൻ 29 വയസ്സുള്ള യദുകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത്. ജ്യേഷ്ഠൻ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബുധനാഴ്ച രാത്രിയായിരുന്നു സംഭവം. കള്ളുകുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഷാപ്പിൽ വിഷ്ണു വഴക്കുണ്ടാക്കിയതറിഞ്ഞ് പിടിച്ചുമാറ്റാൻ എത്തിയതായിരുന്നു യദുകൃഷ്ണൻ. ഇതിനിടെ വിഷ്ണു കള്ളുകുപ്പികൊണ്ട് യദുകൃഷ്ണനെ തലയ്ക്കടിക്കുകയും മരപ്പലക കൊണ്ട് പുറത്തടിക്കുകയുമായിരുന്നു. അടിയേറ്റ് വീണുകിടന്ന യദുകൃഷ്ണനെ പുതുക്കാട് പോലീസ് എത്തിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. രാത്രി 11 മണിയോടെ മരണം സംഭവിച്ചു. സംഭവശേഷം ഷാപ്പിൽ നിന്നിറങ്ങിയ പ്രതി രാത്രി വൈകി വീട്ടിലെത്തിയിരുന്നു.
പൂട്ടിക്കിടന്ന വാതിലിന്റെ താഴ് കരിങ്കല്ല് കൊണ്ട് തകർക്കാൻ ശ്രമിച്ചു. രാവിലെ പത്രം വായിച്ചിരിക്കുന്നതിനിടെയാണ് യദുകൃഷ്ണൻ മരിച്ച വിവരം വിഷ്ണു അറിയുന്നത്. പിന്നീട് വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട വിഷ്ണുവിനെ ആയുർവേദ മരുന്ന് കമ്പനിക്കരികിൽ നിന്നാണ് പോലീസ് പിടികൂടുന്നത്. അവിവാഹിതനാണ് കൊല്ലപ്പെട്ട യദുകൃഷ്ണൻ. ആനന്ദപുരത്ത് സഹോദരനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ വിഷ്ണു രാത്രി മുഴുവൻ പോലീസിനെ വട്ടം കറക്കി. സഹോദരനെ തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം സംഭവ സ്ഥലത്തു നിന്ന് പോയ വിഷ്ണു പോലീസ് പിറകെ എത്തുമെന്ന് മനസ്സിലാക്കി രാത്രി മുഴുവൻ രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു. സമീപത്തെ പറമ്പുകളിൽ നിന്ന് പറമ്പുകളിലേക്ക് ഓടിമാറിക്കൊണ്ടിരുന്ന വിഷ്ണുവിനെ പലരും പലയിടത്തും വെച്ച് കണ്ടു. നാട്ടുകാർ വിവരമറിയിക്കുന്നതിനനുസരിച്ച് പോലീസും ഉറക്കമൊഴിഞ്ഞ് വിഷ്ണുവിന് പിറകെ കൂടി. പക്ഷേ പിടികൂടാനായില്ല. രാത്രി വീട്ടിലെത്തിയ വിഷ്ണു പൂട്ടിക്കിടന്ന വീടിന്റെ വാതിൽ തകർക്കാൻ ശ്രമിച്ചിരുന്നു. സഹോദരർ മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. കൊലപാതക വിവരമറിഞ്ഞ ബന്ധുക്കൾ വീട് പൂട്ടിയിടുകയായിരുന്നു. അതിരാവിലെ വീണ്ടും വീട്ടിലെത്തിയ വിഷ്ണു അടുത്തുള്ള ആയുർവേദ മരുന്ന് കമ്പനിയിൽ കയറി ഒളിച്ചു. രാവിലെ കമ്പനിയിലെത്തിയ ജോലിക്കാരാണ് ഇയാളെ കണ്ട് പോലീസിൽ അറിയിച്ചത്. പോലീസ് എത്തിയതറിഞ്ഞ് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച വിഷ്ണു അവസാനം കുടുങ്ങുകയായിരുന്നു. ഇതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട വിഷ്ണുവിനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകിയ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. ടൈൽസ് പണിക്കാരനാണ് വിഷ്ണു. വിദേശത്ത് ഹോട്ടൽ ജോലി ചെയ്തിരുന്ന യദുകൃഷ്ണൻ കൈക്ക് പരിക്കേറ്റതിനെ തുടർന്നാണ് നാട്ടിലെത്തിയത്. സഹോദരന്മാർ തമ്മിൽ തർക്കവും വഴക്കും പതിവാണെന്നും സംഭവം നടന്ന ദിവസം പകൽ ഇവരുടെ വീട്ടിൽ വഴക്ക് നടന്നിരുന്നതായും സമീപവാസികൾ പറയുന്നു. TCV ന്യൂസ്, പുതുക്കാട്. കണ്ടാണശ്ശേരിയിൽ കടയിലും വീട്ടിലുമായി വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് കടയുടമ കണ്ടാണശ്ശേരി കളത്തിൽ ഉണ്ണികൃഷ്ണനെ എക്സൈസ് ഇൻസ്പെക്ടർ കെ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുത്തു. ഉണ്ണികൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള കളത്തിൽ സ്റ്റോഴ്സിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫിന്റെ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് വിൽപ്പനയ്ക്കായി പ്രത്യേകം പാക്കറ്റുകളാക്കി പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന ഹാൻസ് പിടികൂടിയത്. തുടർന്ന് ആരോഗ്യ വിഭാഗം എക്സൈസിനെ വിവരമറിയിക്കുകയായിരുന്നു. ഇരുവിഭാഗവും ചേർന്ന് നടത്തിയ പരിശോധനയിൽ സമീപത്തെ വീട്ടിലെ ചിമ്മിനിയുടെ പുകക്കുഴലിൽ സൂക്ഷിച്ചിരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയായിരുന്നു. യുവതിയെ സോഷ്യൽ മീഡിയകളിലൂടെ മോശമായി ചിത്രീകരിച്ച കേസിൽ പിടികിട്ടാപ്പുള്ളി പിടിയിലായി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി സുമേഷിനെയാണ് ഇരിങ്ങാലക്കുട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ എടവിലങ്ങ് സ്വദേശിയായ യുവതിയെ സോഷ്യൽ മീഡിയകളിലൂടെ സ്ഥിരമായി പിന്തുടർന്ന് ശല്യം ചെയ്യുകയും യുവതിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ അശ്ലീലമായും ആഭാസകരവുമായും പോസ്റ്റ് ചെയ്ത കേസിലാണ് അറസ്റ്റ്. ചാലക്കുടിയിൽ ഡ്യൂട്ടിക്കിടെ പോലീസ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. കോടശ്ശേരി മേച്ചിറ സ്വദേശി കൊല്ലംപറമ്പിൽ രതീഷ് കുമാറിനെയാണ് SHO MK സജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷൻ റോഡിൽ വെച്ചായിരുന്നു സംഭവം. മദ്യപിച്ച് ബൈക്കിലെത്തിയ രതീഷ് കുമാർ പോലീസ് കൈ കാണിച്ചിട്ടും നിർത്താതെ പോയി. ഇയാളെ പിന്തുടർന്ന് തടഞ്ഞു നിർത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയായിരുന്നു കയ്യേറ്റം. SHO സജീവ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അജിൻ, സുരേഷ് എന്നിവരെയാണ് ബലം പ്രയോഗിച്ച് ഇയാൾ തള്ളിമാറ്റിയത്. പിന്നീട് കൂടുതൽ പോലീസ് എത്തിയാണ് രതീഷ് കുമാറിനെ കീഴടക്കിയത്. ചേലക്കര മണ്ഡലത്തിലെ പട്ടയ അസംബ്ലിയുടെ ഭാഗമായി അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി. ദേശമംഗലം, പല്ലൂർ വില്ലേജുകളിലെ അപേക്ഷകൾ സ്വീകരിക്കുന്നതിന്റെ ഉദ്ഘാടനം MLA UR പ്രദീപ് നിർവഹിച്ചു. ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകുക എന്ന സതുദ്ദേശത്തോടുകൂടി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ ജനങ്ങൾ സ്വീകരിക്കുന്നതായും MLA പറഞ്ഞു. ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ജയരാജ് അധ്യക്ഷത വഹിച്ചു. തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്ത്, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ സുനിൽകുമാർ, സിൽവി, ദേശമംഗലം വില്ലേജ് ഓഫീസർ KT ആർസു, അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ MK ബിനേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ദേശമംഗലം ആറ്റുപുറം പൈതങ്ങളുടെ ആണ്ട് നേർച്ച ആഘോഷിച്ചു. മഖാം അങ്കണത്തിൽ ആറ്റുപുറം മഹല്ല് സെക്രട്ടറി സൈനുദ്ദീൻ ഹാജി പതാക ഉയർത്തി. മൌലീദ് പാരായണത്തിന് ആറ്റുപുറം ജുമാ മസ്ജിദ് ഖത്തീബ് ഹനീഫ ബാഘവി നേതൃത്വം നൽകി. സമൂഹ അന്നദാനത്തിന് അബ്ദുൾ ഖാദർ കുഞ്ഞാക്ക, PK സുലൈമാൻ, PA മുഹമ്മദ് കുട്ടി, PM നിസാർ തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലെ വെട്ടിക്കാട്ടിരിയിൽ കഫേ മക്കാനിക്ക് സമീപം വീണ്ടും അപകടം. തൃശൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പലചരക്ക് സാധനങ്ങളുമായി പോയിരുന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞു. ഡ്രൈവർ സനൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു.
ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കിഴക്കേ നടപ്പുരയുടെ തെക്കുവശത്തുള്ള ആനവയറൻ മതിലിലെ ആനപ്പടി വീതി കൂട്ടി നിർമ്മിക്കാനൊരുങ്ങി ദേവസ്വം. ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ നിലവിലുള്ള വാതിൽ പൊളിച്ച് വീതി കൂട്ടുന്ന പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും. ഉത്സവത്തിന് മുമ്പായി വാതിൽപ്പടി പൂർത്തിയാക്കാനാണ് ശ്രമമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. ഉത്സവത്തിന്റെ മുന്നോടിയായി നടക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങളെ സംബന്ധിച്ച് ചേരുന്ന യോഗങ്ങളിൽ വാതിലിന്റെ വീതി കൂട്ടണമെന്ന് പോലീസും അഗ്നിരക്ഷാസേനയും നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്സവത്തിന് മുമ്പായി ആനപ്പടി വീതി കൂട്ടി നിർമ്മിക്കാൻ ദേവസ്വം തീരുമാനിച്ചത്. ആനപ്പടി വീതി കൂട്ടി നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി വാസ്തുവിദഗ്ധൻ പഴിങ്ങാപ്പറമ്പിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ക്ഷേത്രത്തിലെത്തി പരിശോധിച്ചിരുന്നു. ദേവഹിതം അനുകൂലമായതോടെയാണ് വാതിൽ വീതി കൂട്ടി നിർമ്മിക്കാൻ തീരുമാനിച്ചത്. കണ്ടക്ടർ ജോലിയുടെ മറവിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന യുവാവിനെ വാടാനപ്പള്ളി റേഞ്ച് എക്സൈസ് സംഘം പിടികൂടി. വലപ്പാട് മുത്തങ്ങാടി എടച്ചാലിൽ വീട്ടിൽ പ്രഭുവിനെയാണ് വിൽപ്പനയ്ക്കായി പൊതികളിലാക്കി സൂക്ഷിച്ചിരുന്ന 200 ഗ്രാം കഞ്ചാവുമായി എക്സൈസ് ഇൻസ്പെക്ടർ KG സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഹരിദാസ്, പ്രിവന്റീവ് ഓഫീസർ KK ഉണ്ണികൃഷ്ണൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ MR മധു, TK അബ്ദുൾ നിയാസ്, EG സുമി തുടങ്ങിയവർ കഞ്ചാവ് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. വിദേശത്ത് ജോലിക്കുള്ള വിസ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ യുവാവിനെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. കാറളം ചെമ്മണ്ട സ്വദേശി തെക്കേക്കര വീട്ടിൽ ആൽവിനെയാണ് അറസ്റ്റ് ചെയ്തത്. അഗ്നീറ എബ്രോഡ് എഡ്യൂക്കേഷണൽ ആൻഡ് ജോബ് കൺസൾട്ടൻസി എന്ന സ്ഥാപനം നടത്തിയിരുന്ന ആൽവിനും കിഴുത്താണി സ്വദേശി ചെമ്പിപ്പറമ്പിൽ വീട്ടിൽ സുനിൽകുമാർ, നിഷ സുനിൽകുമാർ എന്നിവർ ചേർന്നാണ് 29,80,000 രൂപ പലരിൽ നിന്നായി തട്ടിയെടുത്തത്. കേസിൽ പ്രതിയായ സുനിൽകുമാറിനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കൊടകര വാസുപുരത്ത് ഇരുചക്രവാഹനത്തിൽ കഞ്ചാവുമായി സഞ്ചരിച്ചിരുന്ന യുവാവിനെ ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. വെള്ളിക്കുളങ്ങര ചുങ്കാൽ സ്വദേശി പുത്തൻപുര വീട്ടിൽ ബിബിനെയാണ് 1/4 കിലോ കഞ്ചാവുമായി പോലീസ് പിടികൂടിയത്. സ്കൂട്ടറിന്റെ സീറ്റിനടിയിലെ ലഗേജ് ബോക്സിനുള്ളിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത്. കൊടകര സർക്കിൾ ഇൻസ്പെക്ടർ PK ദാസ്, റൂറൽ ഡാൻസ് ഓഫ് SI N പ്രദീപ് തുടങ്ങിയവർ കഞ്ചാവ് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ കുളമായ എരവത്തൊടി 12ാം വാർഡിലെ വെള്ളക്കുളം നാശത്തിന്റെ വക്കിൽ. തിരുവില്ലാമല എരവത്തൊടി നിവാസികളുടെ ആശ്രയമായിരുന്ന വെള്ളക്കുളം അധികാരികളുടെ അനങ്ങാപ്പാറ നയം മൂലം നാശത്തിന്റെ പാതയിലാണ്. 1 ഏക്കർ 10 സെന്റ് വരുന്ന കുളം സമീപവാസിയായ രാജൻ തിരുവില്ലാമല പഞ്ചായത്തിനെ നൽകിയതാണ്. ആദ്യഘട്ടത്തിൽ കുളം നവീകരിച്ചുവെങ്കിലും വർഷങ്ങളായി ഉപയോഗശൂന്യമാണ്. 2020ഓളം കുടുംബങ്ങൾക്ക് ആശ്രയമായിരുന്നു ഈ കുളം. കുളം നവീകരിക്കുന്നതിലൂടെ പരിസരങ്ങളിലുള്ള കിണറുകളിലെയും കുടിവെള്ള സ്രോതസ്സുകളിലും ജലലഭ്യത വർദ്ധിക്കുകയും അതുമൂലം കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാവുകയും ചെയ്യും. നിലവിലുള്ള കുളത്തിന്റെ പരിസരം കാട്ടുപന്നികളുടെ താവളമാണ്. വൈകുന്നേരം പന്നികൾ കൂട്ടത്തോടെ പുറത്തുവരുന്നതുമൂലം പ്രദേശവാസികൾക്കും വാഹനയാത്രകൾക്കും ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഒരു പ്രദേശത്തിന് മൊത്തം ജലസ്രോതസ്സാവേണ്ട കുളം മൃഗങ്ങളുടെയും സാമൂഹിക വിരുദ്ധരുടെയും താവളമായി. എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ കുളം സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. വഴി വളരെ ചെറിയൊരു വഴി മാത്രമേ ഉള്ളൂ. അതിന് കുറച്ചുകൂടി വീതിയ വഴി കണ്ടെത്തി നല്ല രീതിയിൽ ജലസേചനത്തിന് ഉപയോഗപ്രദമായി ചെയ്യേണ്ടത്. ഇതിന് താഴെ തന്നെ 5-8 ഏക്കർ സ്ഥലം, 8 15 ഏക്കറും നെൽകൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് കൂടി ഉപയോഗം വരുന്ന രീതിയിൽ നേരെയാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഒരു 15 കൊല്ലമായിട്ട് ഈ കുളം വൃത്തിയാക്കുന്നില്ല. ആകെ കാട് പിടിച്ച് നാശവശമായി കിടക്കുകയാണ്. ഇതിനകത്ത് ഇപ്പോൾ വന്യമൃഗങ്ങളാണ്, പന്നിയാണ് മെയിനായിട്ട്. വൈകുന്നേരം ഒരു 7 മണിയായി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് പന്നി കരക്കി കയറി ഞങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും. TCV തിരുവില്ലാമല. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ ചൂളയിൽ വെച്ച് കത്തിച്ച് നശിപ്പിച്ചു. വിവിധ കേസുകളിലായി പിടിച്ചെടുത്ത 248.48 കിലോ MDMA, 13.02 ഗ്രാം ഹാഷിഷ് ഓയിൽ, 930 ഗ്രാം കഞ്ചാവ് എന്നിവയാണ് വല്ലച്ചിറയിലുള്ള ഓട്ട് കമ്പനിയിലെ ചൂളയിൽ വെച്ച് കത്തിച്ച് നശിപ്പിച്ചത്. കാട്ടകാമ്പാൽ ചിറക്കലിൽ ടോറസ് ലോറിയും ഗുഡ്സ് ഓട്ടോയും കൂട്ടിയിടിച്ച് ഗുഡ്സ് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. പട്ടാമ്പി സ്വദേശി കുന്നംകുളത്തിങ്കൽ വീട്ടിൽ യൂസഫിനാണ് പരിക്കേറ്റത്. ചിറക്കൽ ഭാഗത്തുനിന്ന് വട്ടംപാടം ഭാഗത്തേക്ക് പോവുകയായിരുന്നു ടോറസ് ലോറിയും. എതിർദിശയിൽ ആക്രിസാധനങ്ങളുമായി വരികയായിരുന്ന ഗുഡ്സ് ഓട്ടോയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഗുഡ്സ് ഓട്ടോയുടെ മുൻവശം പൂർണ്ണമായും തകർന്നു. പരിക്കേറ്റയാളെ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. കെപിസിസി സെക്രട്ടറി സി ശ്രീകുമാർ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ സിജു പാവർട്ടി, AT സ്റ്റീഫൻ, ജെയ്സൺ ചാക്കോ, PV നിവാസ്, അപ്പു ആളൂർ തുടങ്ങിയവർ സംസാരിച്ചു. പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് BJP മുല്ലശ്ശേരി സെന്ററിൽ മെഴുകുതിരികൾ കത്തിച്ച് അനുശോചിച്ചു. BJP സംസ്ഥാന കൌൺസിലിംഗ് അംഗം മോഹനൻ കളപ്പുരയ്ക്കൽ അനുശോചന യോഗം ഉദ്ഘാടനം ചെയ്തു. BJP മുല്ലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽകുമാർ, അപ്പു, മിഥുൻ വൃന്ദാവനം എന്നിവർ സംസാരിച്ചു. BJP എളവള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. പൂവത്തൂർ ബസ് സ്റ്റാൻഡിൽ നടന്ന അനുസ്മരണ ചടങ്ങ് പാവർട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി PG ഗിനേഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് VV അനീഷ് അധ്യക്ഷത വഹിച്ചു. CR അഭിമന്യു, TS രമേശ്, PG സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. NCP ദേശീയ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് വേലൂർ സ്വദേശി പ്രവാസി മലയാളി കൂടിയായ ബാബു ഫ്രാൻസിസ് ആണ് ദേശീയ കമ്മിറ്റിയിലെത്തിയത്. നിലവിൽ NCP ഓവർസീസ് സെല്ലിന്റെ ദേശീയ അധ്യക്ഷൻ കൂടിയാണ് ബാബു ഫ്രാൻസിസ്. നോർക്ക കേരള ലോക്സഭയിൽ കുവൈറ്റിൽ നിന്നുള്ള അംഗമാണ്. ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് അസോസിയേഷന്റെ ജില്ലാ പ്രതിനിധി സമ്മേളനം ചാലക്കുടിയിൽ ശനിയാഴ്ച നടക്കും. ഉച്ചയ്ക്ക് 2-ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് KG സെൽമാഭായ് ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ പൈക്കാട്ട്, ജില്ലാ പ്രസിഡന്റ് സോമൻ വർഷ, ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു മണ്ടത്ത്, ചാലക്കുടി മേഖലാ പ്രസിഡന്റ് രജനി ഉദയൻ, ചാലക്കുടി മേഖലാ സെക്രട്ടറി KS മനോജ് എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രത്തിന്റെ 25ാമത് വാർഷികാഘോഷം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചാലക്കുടി ഹോളി ഫാമിലി ചർച്ച് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം രാവിലെ 10:30-ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A. അബ്ദുൾ ഹക്കീം നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി ജോയ് കൈത്താരത്ത്, ട്രഷറർ VK കാസിം, പ്രൊഫസർ KB വേണുഗോപാൽ, ഡേവിസ് കാഞ്ഞിരത്തിങ്കൽ, KV ജോസഫ് എന്നിവർ പങ്കെടുത്തു. തൃശൂർ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ യുവജന വിഭാഗമായ ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ് ജനറൽ കമ്മിറ്റിയും ഇവാഞ്ചലിസം ബോർഡിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ലഹരി വിമോചന സന്ദേശയാത്ര തൃശൂർ ജില്ലയിൽ പര്യടനം നടത്തി. ഒളരിയിൽ നിന്ന് ആരംഭിച്ച യാത്ര ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ഷാരോൺ ചർച്ച് തൃശൂർ വെസ്റ്റ് സെന്റർ പാസ്റ്റർ ബിജു ജോസഫ് അധ്യക്ഷത വഹിച്ചു. പാസ്റ്റർ AD ബിജു ലഹരി വിരുദ്ധ സന്ദേശം നൽകി. പാസ്റ്റർമാരായ സാംസൺ P. തോമസ്, സാംജി കോശി, ജോൺസൺ C. സാം, അഭിലാഷ്, KK മാത്യു, ജോസഫ്, ജോൺ പുലിക്കോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാണിജ്യം. പുണ്യഭൂമിയായ പാവർട്ടിക്ക് തിലകക്കുറിയായി JMJ ഫിൻടെക് ലിമിറ്റഡിന്റെ പുതിയ ബ്രാഞ്ച് പ്രവർത്തനമാരംഭിച്ചു. കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന JMJ ഫിൻടെക് ലിമിറ്റഡിന്റെ പുതിയ ശാഖയാണ് തൃശൂർ ജില്ലയിലെ പാവറട്ടി പള്ളിനടയിലുള്ള തീർത്ഥകേന്ദ്രം കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. 43 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള JMJ ഫിൻടെക് ലിമിറ്റഡ് BSE ലിസ്റ്റഡ് സ്ഥാപനമാണ്. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി സ്ഥാപനത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു. ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം പത്മശ്രീ IM വിജയനും JMJ ഫിൻടെക് ലിമിറ്റഡിന്റെ ചെയർമാൻ ML ജോണിയും മാനേജിംഗ് ഡയറക്ടർ ജോജു MJയും ചേർന്നാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. പാവറട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന, വാർഡ് മെമ്പർ ജെറോം ബാബു, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും തീർത്ഥകേന്ദ്രം ട്രസ്റ്റിയുമായ OJ ഷാജൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് വർഗീസ് അറയ്ക്കൽ, വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി NJ വത്സൻ, കമ്പനി ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ജസ്റ്റിൻ തോമസ് ഒലക്കെങ്കിൽ, കമ്പനി സെക്രട്ടറി വിദ്യാ ദാമോദരൻ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളും നിക്ഷേപകരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കായിക കേരളത്തിന്റെ കറുത്തമുത്ത് പത്മശ്രീ IM വിജയനെ ചടങ്ങിൽ പൊന്നാട അണിയിച്ചും സ്നേഹോപഹാരം നൽകിയും ആദരിച്ചു. ദക്ഷിണേന്ത്യയിൽ നിന്നും തുടങ്ങി ഇന്ത്യയൊട്ടാകെ വ്യാപിക്കുന്ന മഹാശൃംഖലയാകാനുള്ള ചുവടുവയ്പ്പാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ജോജു MJ പുതിയ ബ്രാഞ്ച് പാവറട്ടിക്ക് സമർപ്പിച്ചു. പാവറട്ടി ബ്രാഞ്ചിൽ നിന്നും ഗോൾഡ് ലോൺ, ബിസിനസ് ലോൺ, പേഴ്സണൽ ലോൺ തുടങ്ങി നിരവധി സേവനങ്ങൾ ലഭ്യമാണ്. സാമ്പത്തിക ഇടപാട് രംഗത്ത് അരനൂറ്റാണ്ടോളം നീണ്ട പ്രവർത്തനങ്ങളിലൂടെ ഉപഭോക്താക്കളുടെ വിശ്വാസ്യത നേടിയ JMJ ഫിൻടെക് ലിമിറ്റഡിന്റെ റീജിയണൽ ഓഫീസ് പ്രവർത്തിക്കുന്നത് തൃശൂരിലാണ്.
ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,005 രൂപ, പവന് 72,040 രൂപ. വെള്ളി ഗ്രാമിന് 109 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,319 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. റഷ്യൻ കൂലിപ്പട്ടാളത്തിലെത്തിയ യുദ്ധമുഖത്ത് പരിക്കേറ്റ കുത്തുപാറ സ്വദേശി ജെയിൻ മോചിതനായി. ജെയിൻ കൂലിപ്പട്ടാളത്തിലെത്തിയത് ഏജന്റിന്റെ ചതിയിൽപ്പെട്ട്. മോചിതനായതിൽ ആശ്വാസമെന്ന് ജെയിൻ കുര്യൻ. ഗുരുവായൂർ ക്ഷേത്രനടയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നതിനും വെള്ളം കെട്ടി നിന്നുള്ള മാലിന്യ പ്രശ്നത്തിനും പരിഹാരമായി. TCV വാർത്തയെ തുടർന്നാണ് നടപടി. ആനന്ദപുരത്ത് ജ്യേഷ്ഠൻ അനുജനെ തലയ്ക്കടിച്ചു കൊലപ്പെടുത്തി. പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടി പോലീസ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.